നമസ്കാരം. ബംഗ്ലാദേശിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ്. ഇന്ത്യയുടെ നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ചതും രാജ്യം വിട്ടതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ വന്നതുകൊണ്ട് നേട്ടമുണ്ടായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി പാകിസ്ഥാൻ അത്ര രസത്തിലല്ലായിരുന്നു. ബംഗ്ലാദേശുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള മികച്ച അവസരമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷമുള്ള കാലഘട്ടം പാകിസ്ഥാന് നൽകുന്നതെന്ന് പറയാം. മുഹമ്മദ് യൂനുസ് ഇടക്കാല ഭരണം നടത്തുന്നതിനാൽ ഷെയ്ഖ് ഹസീനയുടെ കീഴിലായിരുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനുമായി സഹകരിക്കാൻ ബംഗ്ലാദേശ് സന്നദ്ധത കാണിക്കുന്നുണ്ടിപ്പോൾ. പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പരിശോധിക്കുന്ന നിയമം നിർത്തലാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. പാകിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന യൂനുസിന്റെ തീരുമാനം. അനധികൃത മയക്കുമരുന്നുകളോ ആയുധങ്ങളോ ബംഗ്ലാദേശിലേക്ക് രഹസ്യമായി എത്തിക്കാതിരിക്കാൻ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ ബംഗ്ലാദേശിലെ നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ ആണ് ഇത് സംബന്ധിച്ച പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണിതെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ തീരുമാനമനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും സാധനങ്ങളും ഒന്നും പ്രത്യേകം പരിശോധിക്കില്ല. പരിശോധന നിർത്തലാക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പരിശോധനയ്ക്കായി അധിക ജീവനക്കാരെ നിയമിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ബംഗ്ലാദേശ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അനധികൃത വസ്തുക്കൾ ബംഗ്ലാദേശിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ചില നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിരുന്നു. വിസ നിയന്ത്രണങ്ങൾ, നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത്, ഇതെല്ലാം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചിരുന്നു. ഇനി ഇതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. അതായത് ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുക, വിസ ആവശ്യങ്ങളിൽ ഇളവ് നൽകുക, സഹകരണ മാധ്യമ സംരംഭങ്ങൾ, യൂത്ത് എക്സ്ചേഞ്ചുകൾ, അക്കാദമിക് സഹകരണം എന്നിവയിലും മാറ്റമുണ്ടായേക്കാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത നൽകുന്നുണ്ട്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഇന്ത്യയുടെ സ്വാധീനം തന്നെയായിരുന്നു. ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ 16 വർഷങ്ങളിൽ വളരെ അപൂർവമായിരുന്നെന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം സ്ഥിതി മാറിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ അനുകൂലമായാണ് കാറ്റ് വീശുന്നത്. അണിയറയിൽ നിരവധി പദ്ധതികൾ പാകിസ്ഥാൻ ഒരുക്കുന്നുണ്ടെന്നാണ് വിവരം. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ പാകിസ്ഥാന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നതെന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.